ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണെന്ന് വിചാരിക്കുക. ആ ഫുഡ് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മൾ അതിന് ചൂടില്ലെന്ന് പറയും, ഇന്നലത്തെ പോലെ ശരിയായില്ലെന്ന് പറയും, അതിന് എരിവ് പോരെന്ന് പറയും, അല്ലേ? ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഏറ്റവും ഇഷ്ടമുള്ള സാധനം പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ വിളമ്പിയവൻ അന്ന് പ്ലേറ്റ് തുടച്ചത് നന്നായിട്ടില്ലെന്ന് പറയും, അല്ലെങ്കിൽ ചൂട് പോരെന്ന് പറയും, ഇന്നലത്തെ ആയിരുന്നു നല്ലത്, ഇന്ന് അത്രയും ശരിയായില്ലെന്ന് പറയും. പിന്നെ അപ്പോൾ അത് മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. ഏറ്റവും ബെസ്റ്റ്. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇതൊന്നും അവകാശപ്പെട്ടൊന്നുമില്ല, ആരും ഇതിന് നമുക്ക് റൈറ്റൊന്നുമില്ല. നമുക്കിപ്പോൾ കൈ തന്നിരിക്കുന്നു, കണ്ണ് തന്നിരിക്കുന്നു, കാല് തന്നിരിക്കുന്നു, ഇത്രയൊക്കെ അനുകൂല സാഹചര്യങ്ങൾ തന്നിരിക്കുന്ന ദൈവം, ഇതൊക്കെ നമ്മുടെ റൈറ്റ് വല്ലതാണോ? ഒരു റൈറ്റുമല്ല. നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ വേറെ എത്രയോ കൊച്ചു കുട്ടികൾ ഉണ്ടാകുമ്പോൾ തന്നെ വാൽവിന് പ്രശ്നമായിട്ട് ജനിക്കുന്നു. അവനെന്തെങ്കിലും കുറ്റം വല്ലതും ചെയ്തിട്ടാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മളിവിടെ ചെയ്ത പാപത്തിൻ്റെയൊക്കെ അടുത്ത തലമുറയിൽ അനുഭവിക്കുന്നു പറയുന്നു. ജനിച്ച് വീണ കൊച്ചു വാൽവിന് പ്രശ്നം വരുന്നത് അയാൾ എന്ത് ദ്രോഹം ആരോട് ചെയ്തിട്ടാണ്? ഉണ്ടായപ്പോൾ തന്നെ അവിടെ ലേബർ റൂമിൽ നിന്ന് നേഴ്സിനെ ചവിട്ടിയോ? എന്ത് ദ്രോഹം ചെയ്തിട്ടാണ്? ഒന്നുമില്ല. അപ്പോൾ അവരൊക്കെ എന്തുമാത്രം അനുഭവിക്കുന്ന കുട്ടികൾ, എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കൊച്ചുങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്കെന്താണ് എക്സ്ട്രാ ഉള്ളത്? നമുക്ക് ദൈവം എന്തൊക്കെയോ എക്സ്ട്രാ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ തന്നിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റണം. ഇത്രയും നമ്മൾ ബാക്കി പലപ്പോഴും നമ്മൾ മലയാളികൾ, ഞാൻ ഇന്നലെയും ആരോടോ സംസാരിച്ചുള്ളൂ, നമുക്ക് മാത്രം, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലുള്ള മാത്രം കൂടുതലായിട്ട് കാണാറുള്ളൊരു പ്രശ്നമാണ്, നമ്മൾ കാണുന്ന ഈ പുറമേ കാണുന്ന കുറേ വീട് പണിയാനും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലും ഇതുപോലത്തെ സാധനങ്ങൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്? നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മുടെ വീടൊന്നുമല്ല, വീടില്ലെങ്കിലും ജീവിക്കാം, വാടകയ്ക്കാണെങ്കിലും താമസിക്കാം, കാറില്ലെങ്കിലും ജീവിക്കാം. ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ക്വാളിറ്റീസ് ഉയർത്തിക്കൊണ്ടിരിക്കുക, നമ്മുടെ സ്കില്ലുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആസ് എ പേഴ്സൺ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പെങ്കിലും മുകളിലേക്ക് വെച്ച് നമ്മുടെ അറിവ് കൂട്ടുക, നമ്മുടെ കോണ്ടാക്റ്റ് കൂട്ടുക, നമ്മുടെ ലോകവിവരം കൂട്ടുക, നമ്മൾ കൂടുതൽ പഠിക്കുക, അനുഭവങ്ങളുള്ള ആൾക്കാരിൽ നിന്ന് പഠിക്കുക. ഇതൊക്കെയാണ് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 50,000 രൂപ നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയാലും അത് നഷ്ടമല്ല. നിങ്ങളെ വീട്ടിൽ 50,000 രൂപ പെയിൻ്റ് അടിക്കാനായിട്ട് ആൾക്കാർ 50,000 അല്ല 5 ലക്ഷം വേണമെങ്കിലും മുടക്കും. ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടി ആൾക്കാർ മുടക്കും. പക്ഷേ ഞാനെപ്പോഴും പറയാറുണ്ട്, ഹെൽത്ത്, ആരോഗ്യത്തിന് വേണ്ടി എത്ര ആൾക്കാർക്ക് അറിയാം നമ്മുടെ ഓർഗൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാം. അതെന്താണ്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് അറിയാം. നമുക്കൊരു കാർ അല്ലെങ്കിൽ ഒരു ബൈക്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് അറിയാം. അത് സമയാസമയത്ത് നമ്മൾ ഓയിൽ മാറാറുണ്ട്, സമയാസമയത്ത് കാറാണെങ്കിൽ കൂളൻ്റ് മാറാറുണ്ട്, അത് മാറാറുണ്ട്, എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ എന്ന് വേണ്ട. സർവീസിന് 1 കിലോമീറ്റർ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. 10,000 കിലോമീറ്റർ സർവീസ് ചെയ്യേണ്ട. ഇപ്പോൾ 9,990 ഞാൻ വർക്ക്ഷോപ്പിലെത്താൻ 10 കിലോമീറ്റർ അല്ല, വർക്ക്ഷോപ്പിലെത്താൻ 25 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് കഴിയും, 10,000 കഴിയും. ഇനി എന്ത് ടെൻഷൻ അടിച്ച് വണ്ടി ഇനി വേറെ ലോറിയൊക്കെ കയറ്റിക്കൊണ്ട് പോകണമെന്നൊക്കെ ചിന്തിക്കുന്നൊക്കെ ആൾക്കാരുണ്ട്. ഈ പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അവയവങ്ങൾ എന്നതാണെന്നോ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല. അതിനെക്കുറിച്ചൊന്നും നമ്മളാരും ചിന്തിപ്പിക്കാറില്ല, പറയാറില്ല. തലച്ചോറ് ഏറ്റവും നമുക്ക് വിലപ്പെട്ടൊരു സാധനം നമുക്ക് തന്നിരിക്കുന്നൊരു സാധനമാണ് തലച്ചോറ്. ഈ തലച്ചോറിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന സാധനത്തിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റണം. ഏറ്റവും ബെസ്റ്റ് സാധനം നമുക്ക് തന്നിരിക്കുന്നത്, പക്ഷേ അത് അത്രമാത്രം പൊട്ടൻഷ്യലുള്ള, പ്രവർത്തിച്ചാൽ അത്രയും വലിയ ലെവലിലേക്ക് എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അതിന് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ച് അത് പ്രവർത്തിക്കുകയുള്ളൂ. അതിന് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ച് അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ മാക്സിമം ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുപ്പിക്കാൻ നമുക്ക് സാധിക്കണം.